ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്നും രാവിലെ എൻ്റെ കണി കാണുന്ന ചെടിയാണ് ഈ മഞ്ഞൾ ചെടി കേട്ടോ. ഇതാണ് മഞ്ഞളിൻ്റെ പൂവ്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അത് ഞാൻ 2 ദിവസത്തിന് മുമ്പേ കണ്ടു. അപ്പം നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഇന്ന് എടുത്തതാണ് കേട്ടോ. ഇത് കുറച്ച് തക്കാളിയാണ്. ഇതും ഇതിൻ്റെ ആദ്യത്തെ കനിയാണ്. ഇത് തൊട്ടടുത്തൊരു പ്ലാവാണ്. എനിക്ക് ആൾറെഡി ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു, അതങ്ങ് പട്ടുപോയി. ഇത് രണ്ടാമത് നട്ടതാണ്. കണ്ടോ, ഇത് പ്ലാവിൻ്റെ മൂട്ടിൽ കുറച്ച് പ്ലാസ്റ്റിക് പേപ്പറൊക്കെ കൊണ്ട് ഇത് മുട്ടായിയുടെ തോലൊക്കെ കിടക്കുകയാണ്. ഇതെൻ്റെ മോളുടെ പണിയാണ്. സ്കൂളിൽ നിന്നെങ്ങാനും കിട്ടുന്ന ചോക്ലേറ്റുകളൊക്കെ കഴിച്ചിട്ട് നമ്മളാരും കാണാതെ ഇവിടെ കൊണ്ട് തോലിനിടുകയാണ്. എൻ്റെ കവറില്ലേ, അതിവിടെ കൊണ്ടിടുകയാണ് പതിവ്. ഞങ്ങളാരും അവൾക്ക് ചോക്ലേറ്റൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇവിടെ വേറെയും കുറച്ച് തക്കാളി ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് വളർന്ന് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് തന്നെ ആയുള്ളൂ. ഞാൻ ആ പ്ലാവിൻ്റെ മൂട്ടിൽ നിന്ന് എടുത്ത് നട്ടതാണ്. പ്ലാവിൻ്റെ മൂട്ടിൽ എൻ്റെ വിത്തൊക്കെ ഇട്ടിരുന്നു. അത് തിളിർത്ത് വന്നപ്പോൾ ഓരോന്നും ഓരോ ബാഗിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഇത് കുറച്ച് വഴുതനങ്ങ. ചെടിയുടെ മൂട്ടിൽ കുറച്ച് മണ്ണിൻ്റെ കുറവുള്ളത് കാരണം എല്ലാ കായും ഒരു ശോഷിച്ചതുപോലെയാണ് കേട്ടോ. നല്ല പുഷ്ടിയായിട്ടില്ല. ഇനി കുറച്ച് നല്ല വളങ്ങളും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം. കണ്ടോ, കത്തിരിക്കയും അങ്ങനെ തന്നെയാണ്. ഇതെൻ്റെ ഡെയിലി റുട്ടീനാണ് കേട്ടോ. അത് എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് വന്ന് കാണും. പിന്നെ സൂര്യനെ കണ്ട് അതൊന്ന് കാണുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമാണ്. അത് മനസ്സിൽ എന്ത് പറയാമെന്ന് എനിക്കറിയില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. വളരെ സന്തോഷമായൊരു മൂഡാണ്. നമ്മുടെ അന്നത്തെ ദിവസം നല്ല പ്ലസൻ്റായിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള വിശ്വാസത്തോടെയൊക്കെ ഒന്ന് കണ്ട് സൂര്യനോട് സംസാരിക്കുക. അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോകാറുള്ള പതിവ്. ഇത് താനേ തിളിർത്ത് വന്ന ചെടിയാണ് കേട്ടോ. ഏതാണെന്ന് അറിയില്ല, ഇത് പടവലമാണോ വെള്ളരിയാണോ എന്നറിയില്ല, വളരുമ്പോൾ അറിയാം. ഇതതുപോലെ ഇതും താനേ വന്ന ഇവിടെയൊക്കെ കുളമ്പ് കീര എന്ന് പറയും ഇതിനെ. സാമ്പാറൊക്കെ ഇട്ട് വയ്ക്കാം, സാമ്പാർ കീര എന്നും പറയും. ഇതാ ഇവിടെ വലിയ ഇലയായിട്ട് കാണില്ലേ, പൊയ്നീയുടെ ഇലയാണ്. അതും താനേ കിളിർത്ത് വന്നത് തന്നെയാണ്. അപ്പം പിന്നെ ഇവിടെ എന്തുവാണ്, ഇതാ ഒരു വാഴ നട്ട്, 1 അല്ല 2 വാഴ നട്ടിട്ടുണ്ട്. ചുവപ്പ് വാഴയില്ലേ, ചെങ്കദളി, അതാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിനാണ് ഈ 2 വാഴ ഇവിടെ നട്ടിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ വാഴ നടാനുള്ള സ്ഥലം ഇല്ല. ഇതെൻ്റെ പുതിന ചെടിയാണ്. പുതിനതാ വേറെ ഒരിടത്തൂടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം എൻ്റെ പുതിന ചെടി ഇങ്ങനെ കിളിർത്ത് വന്നിരിക്കുന്നത്. കണ്ട, വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തക്കാളിയിലല്ല, ഇത് കത്തിരിക്ക, അതെ, കത്തിരിക്കയും പുയണിക്കയും പിന്നെ ഇതൊരു വേറൊരു വാഴ. ഈ പുയണി ഇവിടെ ഞാൻ കുറേ വേസ്റ്റൊക്കെ കൊണ്ടിട്ടപ്പോൾ അതിൽ നിന്ന് തിളിർത്ത് വന്നതാണ് കേട്ടോ. അതാ കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റിന് അങ്ങനെ വലുതായിട്ടൊരു സ്ഥലം ഇല്ലാത്ത കാരണം ഞാൻ ഓരോ ബക്കറ്റിനകത്തായിട്ട് കുറച്ച് മണ്ണിടും. പിന്നെ ഈ അന്നുള്ള ഫുഡ് വേസ്റ്റ് മീൻസ് വെജിറ്റബിൾ വേസ്റ്റ് അതിടും. പിന്നെ അതിൻ്റെ പുറത്ത് മണ്ണിടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ മുളകൾ വരും. അപ്പോൾ ഏത് ചെടിയെന്ന് അറിയാൻ പറ്റില്ല, അത് കുറച്ച് വളർന്നു വരുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഒത്തിരി നാരകമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വീട്ടിൽ നാരകം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട ഒരു കുഞ്ഞ് മുളകാണ്. കാണുമ്പോൾ തക്കാളി പോലെ തോന്നുന്നില്ലേ? ഇത് വേറൊരു ഇനം വഴുതനയാണ്. ഇതിലൊത്തിരി കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ വെണ്ട നട്ടിരിക്കുകയാണ്. ഒരു 7 പ്ലാസ്റ്റിക് ബാഗിലായിട്ട് ഞാൻ 2 വെണ്ടയായിട്ട് നട്ടിട്ടുണ്ട്. എല്ലാം തിളിർത്ത് വന്നിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്ന്. എൻ്റെ ഗപ്പീസിനെ കാണുന്നുണ്ടോ? ഇതിലെങ്ങനെയെങ്കിലും ഒരു 200 മേലെ ഗപ്പി ഉണ്ടായിരിക്കും. ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള സമയമായി. അത്രയ്ക്ക് പായൽ പിടിച്ച് കിടക്കുകയാണ്. ഇതിന് എത്രയും വേഗം ക്ലീൻ ചെയ്യണം. ഇതെൻ്റെ കുറേ പൂച്ചെടികൾ. ഇതെപ്പോഴും പൂ തരും. മണമില്ല എങ്കിലും കൊള്ളാം, കാണാൻ നല്ല ഭംഗിയാണ്. പൂച്ചെടികളൊക്കെ വളരെ കുറവാണ് എനിക്ക്. എങ്കിലും ചെമ്പരത്തി ഉണ്ട്, തെറ്റിപ്പൂവുണ്ട്. തെച്ചി എന്ന് പറയില്ലേ, അതാണ് തെറ്റി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി പൂക്കളൊക്കെ പറിക്കാൻ വന്നു കേട്ടോ. ഒത്തിരി പൂ കിട്ടി അന്ന്. മഴയില്ല എങ്കിലും നല്ല പൂവാണ്. ഇപ്പോഴും പൂക്കളുടെ സീസണാണ്. ഒത്തിരി ചെമ്പരത്തി പൂവുണ്ടായിരുന്നു, തുളസി കിട്ടി, പിച്ചിപ്പൂ കിട്ടി. ഇതെൻ്റെ പിച്ചി ചെടിയാണ്.
അതിലാവശ്യത്തിന് എനിക്ക് പൂവുണ്ട്. പിന്നെ ചെമ്പരത്തി ഇഷ്ടത്തിന് ചെമ്പരത്തിയുണ്ട്. ചെമ്പരത്തിപ്പൂ സ്വാമിക്ക് വയ്ക്കുമ്പോൾ അതിനുള്ളിലുള്ള ആ പൂമ്പൊടിയുള്ള ഭാഗമില്ലേ, എൻ്റെ മകരന്തം, അത് നുള്ളി കളഞ്ഞിട്ട് വേണം സ്വാമിക്ക് വയ്ക്കാൻ. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്, മിക്കവാറും എല്ലാവർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെയാണ് തുളസി ഇലയും. തുളസി ഇലയിലും പൂവ് ഇരിക്കാൻ പാടില്ല, തുളസി ഇല മാത്രമേ ചേർത്താവൂ. ഇതെൻ്റെ ചെറിയ ചെടിയാണ് കേട്ടോ. ചെറിയ ഇതുവരെ ഒരു കായും തന്നിട്ടില്ല. 1.5 വർഷമൊക്കെ ആകാറാവുന്നുണ്ട്. ഇത് വേഗം കായ്ക്കുന്ന ഇനമെന്നാണ് പറഞ്ഞ് തന്നത്. പക്ഷെ എന്തെന്നറിയില്ല, ഇതുവരെ ഒരു കായും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഭംഗിയായിട്ട് എല്ലാവർക്കും പൂവൊക്കെ വെച്ച് വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നേരെ പോയത് കിച്ചണിലാണ്. വെള്ളം കുടിച്ചിട്ടില്ല. രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാനുള്ള സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടൊരു മോർണിംഗ് ഹെൽത്തി ഡ്രിങ്ക് ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെൽത്തി ഡ്രിങ്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ചായപാത്രത്തിൽ ഒരു തവി റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. കേഴ്വരകില്ലേ, അതിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനാവശ്യത്തിന് വെള്ളവും ഒഴിച്ച്, അവിടെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കൊച്ചു പിള്ളേർക്ക് നമ്മൾ കുറുക്ക് കൊടുക്കില്ലേ, അതേപോലെ നന്നായിട്ട് കുറുക്കിയിട്ട് അതിനെ നന്നായി തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം നല്ല കട്ട തൈരാണെങ്കിൽ അങ്ങനെ, ഇല്ല മോരാണെങ്കിൽ അതും ഉപയോഗിക്കാം. എത്ര പേർക്ക് വേണോ അതനുസരിച്ച് ആ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെള്ളം എത്ര വേണോ ചേർക്കാം. പുളിപ്പിന് ആവശ്യമായ തൈര് അല്ലെങ്കിൽ മോര്. എന്നിട്ട് ഉപ്പിടണം. പിന്നെ എരിവിനായിട്ട് 1 പച്ചമുളക്, അത് അവരവരുടെ ഇഷ്ടം. കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ചേർത്ത് 1 പച്ചമുളക് ധാരാളം മതിയാവും. 1 പച്ചമുളകിനാണ് ഞാനിവിടെ ചേർത്തത്. പിന്നെ വേറെ എന്താണ്, ചെറുതായിട്ടരിഞ്ഞ കുനുകുനാന്നരിഞ്ഞ കൊച്ചുള്ളി അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് കുടിക്കുക. ഇതാണ് ഹെൽത്തി ഡ്രിങ്ക്. രാവിലെ ചായയൊക്കെ കുടിക്കുമ്പോൾ അൾസർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രയോ നല്ല രാവിലെ ഇത് കുടിക്കുമ്പോൾ ഉള്ള ഒരു ഉന്മേഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ കുടിക്കണം കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇതിനെ കൂഴെന്ന് പറയും. പക്ഷേ അതിൽ വേറെ സംഭവങ്ങളൊക്കെ ചേർക്കാറുണ്ട്. പഴങ്കഞ്ഞിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മില്ലറ്റ്സിൻ്റെയൊക്കെ വകകൾ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആടിക്കൂടെന്ന് പറഞ്ഞിട്ട്. ഇതങ്ങനെയല്ല, ഇത് വെറുതെ സിമ്പിളാണ്. മോരും നമ്മുടെ റാഗി പൗഡറും വെച്ച് മാത്രം സിമ്പിളായിട്ട് രാവിലെ കുടിക്കാനുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് പിള്ളേർക്കും ചേട്ടനും കൂടെ ഉള്ളതാണ്. പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറായിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തനിയായിട്ടൊന്നും വേണ്ട. ഇതും ഒരു എഗ്ഗ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു എഗ്ഗും കൂടെയൊക്കെ കഴിച്ചാൽ പ്രോട്ടീനും ആയി, ഫൈബറും ആയി. പിന്നെ എന്നാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു അടദോശ ചെയ്യാമെന്ന് വിചാരിച്ചു. തലേന്ന് രാത്രിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് കുതിർക്കാൻ ഇട്ടിരുന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ, അരി, ഉഴുന്ന്, പരിപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഞാൻ ഈ അടദോശയ്ക്ക് എരിവിനായിട്ട് 2-3 റെഡ് ചില്ലി ഉണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇതെന്തുവാണിത്, നമ്മുടെ ഗാർലിക്കില്ലേ, ഗാർലിക്ക്, പിന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഉപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. പിന്നെ ഉലുവ ആൾറെഡി കുതിർക്കാനിടൂലേ, അതിൻ്റെ കൂടെ ഞാൻ ഒരു 1-1.5 സ്പൂൺ ഉലുവ കുതിർക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അരച്ച മാവിനോട് ചിലർ ചിരകിയ തേങ്ങ ചേർക്കാറുണ്ട്. ഞാനിവിടെ ഇന്ന് ചേർത്തിട്ടില്ല. ഞാൻ അല്പം വലിയ ഉള്ളിയില്ലേ, അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ചുട്ടെടുക്കാം. പാകത്തിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇതേ സമയത്തിന് ഞാൻ നല്ലൊരു ചമ്മന്തി കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങാ ചമ്മന്തി. അപ്പം അതും കൂടെ പറഞ്ഞു തരാം അതിലെന്തൊക്കെയാണ് ചേർത്തതെന്ന്. പിന്നെ അടദോശ ചുട്ടെടുക്കാനായിട്ട് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് ടേസ്റ്റ് കേട്ടോ, വെളിച്ചെണ്ണയെക്കാളും ഈ അടദോശയ്ക്ക് നല്ലെണ്ണ നന്നായിട്ടിരിക്കും. അടയ്ക്ക് അവിയലെന്നാണ് പറയണത്, എന്നാലും
തമിഴ്നാട്ടിലൊക്കെ അട അവിയലാണ് സ്പെഷ്യൽ. പക്ഷേ ഈ ചമ്മന്തി ഇതിന് നന്നായിട്ട് ചേരും കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പിടി തേങ്ങ, കുറച്ച് ഉപ്പ്, ഒരു ചെറിയ പീസ് പുളി, 3 റെഡ് ചില്ലി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് വെള്ളം അങ്ങനെ തീരെ കൂടാൻ പാടില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തീരെ അങ്ങ് അരയണ്ട. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. കൂടുതൽ വെള്ളവും വേണ്ട, നല്ല ഉരുട്ട ചമ്മന്തി നമ്മൾ അരക്കില്ലേ അതുപോലെയല്ല, ഒരു സെമി ലിക്വിഡ് പൗഡർ. അങ്ങനെ കുറച്ചുകൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കണവർക്ക് വേണമെങ്കിൽ ഒഴിക്കാം അങ്ങനെ. അപ്പോൾ അതേ സമയത്ത് നമുക്ക് അടദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. രാവിലത്തെ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചത് കാരണം ഒരാൾക്ക് ഈ ഒരു ദോശ ധാരാളം മതിയാവും. അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കാമെന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഗണപതിക്കൊന്നുമില്ല, അതുപോലെ ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ് ആദ്യം കഴിക്കാറുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇത് ചൂടോടെ കഴിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഉച്ചപരിപാടിയിലേക്ക് പോയി. അടദോശ കഴിച്ചാൽ നമുക്കൊരു അന്നത്തെ ദിവസം ഒരു മന്ദതയാണ് അല്ലേ, പൊങ്കലും അടദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. എന്നാലും ഞാൻ അങ്ങനെ റെസ്റ്റൊന്നും എടുത്തില്ല വലുതായിട്ട്. ഞാൻ പെട്ടെന്ന് അതും ഒരു ഹെവിയായ ഒരു ഫുഡായിരുന്നു. അതായത് ബിസിബെലാബാത്ത്, നമ്മുടെ സാമ്പാർ സാദം. ഇപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അത് അടുത്തൊരു വീഡിയോയിലിടാം. വേണമെന്നുള്ളവർ ആവശ്യപ്പെടൂ. ഇപ്പോൾ അതും കൂടെ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോകും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതാരും തിരിഞ്ഞേ നോക്കാറില്ല. പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ ബിസിബെലാബാത്ത് അഥവാ നമ്മുടെ സാമ്പാർ സാദത്തിൻ്റെ റെസിപ്പി വേണമെന്നുള്ളൊരു ചോദിക്കൂ, ഞാൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ രാവിലെയുള്ള റൊട്ടീനെല്ലാം എല്ലാ ജോലിയും കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം ഇത് കഴിഞ്ഞിട്ട്. ഞങ്ങൾ പിന്നെ ഇത് 3ഉം ഹെവി ആയിരുന്നു. രാവിലെയുള്ള ഡിഷും ഉച്ചയ്ക്കുള്ളതും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഹെവി ആയത് കാരണം. പക്ഷേ ഉച്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 മണിയൊക്കെ ആവും കേട്ടോ. നമ്മുടെ ഈ ഫുഡ് കഴിക്കാൻ ഒരു 5 മണിയൊക്കെ ആയി. അങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസവും പോകുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. Till then, bye for now.